കേരള ന്യൂസ് അലേർട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ന്യൂസ് ചാനലിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വിഷയം രാഷ്ട്രീയം, വിദ്യാഭ്യാസം, ജോലി, ഫേക്ക് ന്യൂസ്, വിദേശം, ശാസ്ത്രം, ടെക്നോളജി, വിനോദം, ആരോഗ്യം, വാണിജ്യം, മതം, ആത്മീയത എന്നീ വിഷയങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വിഷയം യാത്രയെ കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഗവിയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഗവിയിൽ നമ്മളെ ഓർഡിനറി ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഗവി. വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ പോകുന്ന സ്ഥലമാണ്. മെയിനായിട്ട് അവിടെ കാടാണ്. അപ്പോൾ കാടിൻ്റെ ഉള്ളിലോട്ടുള്ള യാത്രയാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ആ യാത്രയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ചാനലിൽ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. കടന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം 10-12 ആൾക്കാരുണ്ട്. അവിടെ 10-12 ആൾക്കാർക്ക് നമ്മൾ ഒരു ചാർജ് പറഞ്ഞിട്ടുള്ളത് 36,000 സംതിങ് ആണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സംസാരിച്ച് ഏകദേശം ഇപ്പം നമുക്ക് നമ്മൾ കൂടുതലൊരാൾ ട്രാവൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളുള്ളത് കൊണ്ട് നമുക്ക് റേറ്റ് കുറച്ച് തന്നിട്ടുണ്ട്. 28,000 സംതിങ് ആണ് നമ്മളൊന്ന് വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ആ ഫീസൊക്കെ അവിടെ അടിച്ച് അങ്ങനെ ചെക്ക് പോസ്റ്റ് ഓപ്പണായി. അങ്ങനെ നമ്മൾ കാട്ടിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ കാട്ടിനുള്ളിൽ പ്രവേശിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴുള്ള രംഗമാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കയറിയ പാടന്നെ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. ക്ലൈമറ്റ് പിന്നെ നല്ല കോട ഉണ്ടായിരുന്നു. കയറിയ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട്. ശരിക്കും കോട ഉണ്ട്. അങ്ങോട്ട് ലോങ്ങിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോട ഉണ്ട്. അങ്ങനെ നമ്മൾ കാട്ടിൽക്കൂടി യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കയറിയ പാടന്നെ നമ്മളെ കണ്ടിട്ടുള്ളത് കുരങ്ങന്മാരാണ്. കുരങ്ങിൽ നമ്മളെ സിംഹവാലക്കുരങ്ങും അതേപോലെ തന്നെ കരിങ്കുരങ്ങ് എന്നുള്ള ജീവികളാണ് നമ്മൾ ആദ്യം ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. മൃഗങ്ങളാണ് ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. അപ്പോൾ കണ്ടപാടന്നെ ഭയങ്കര സന്തോഷമായി. വേറൊരു ഫീലിംഗ് തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് പോയി തന്നെ നമ്മൾ കാണണം. ആദ്യമായിട്ടാണ് ഞാൻ സിംഹവാലക്കുരങ്ങിനൊക്കെ കാണുന്നത്. അല്ലാത്ത കുരങ്ങിനൊക്കെ ഇഷ്ടം പോലെ കാണലുണ്ട്. വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ കുരങ്ങന്മാരും ഒക്കെ നമ്മൾ കാണാം. പക്ഷേ എൻ്റെ ധാരണ എന്താണെന്ന് വെച്ചാൽ കരിങ്കുരങ്ങും അതേപോലെ തന്നെ സിംഹവാലക്കുരങ്ങും എന്ന് പറയുന്നത് ഒരേ സാധനമാണെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ അതൊക്കെ ഇവിടെ എത്തിയതിൻ്റെ ശേഷമാണ് അതങ്ങനെയല്ല, കരിങ്കുരങ്ങ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്, സിംഹവാലക്കുരങ്ങ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ആണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വാല് തന്നെ നോക്കിയാൽ അതിലുള്ള മാറ്റം മനസ്സിലാവും. സിംഹവാലക്കുരങ്ങിന് വാല് ചെറുതായിരിക്കും, കരിങ്കുരങ്ങിന് വാലിൻ്റെ നീളം കുറച്ച് കൂടും. അത് തന്നെ മുഖത്ത് സൈഡിൽ അജട കുത്തിയമാരത്തെ മുടിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നല്ല ഒരു ഫീലിംഗ് ആണ്. അതിൻ്റെ അടുക്ക് നമ്മൾ മൃഗങ്ങളെ കാണുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, അവരൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പോവാണ്. അപ്പോൾ ഉള്ളിൽ കയറിയ സമയത്ത് നമ്മളെ മനസ്സിൽ വലിയ പ്രതീക്ഷ കേട്ടോ, ഒരുപാട് വലിയ മൃഗങ്ങളെ കാണും അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയോട് തന്നെ കയറുന്നത്. പക്ഷെ നമ്മൾ പലർക്കും കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ഇതിൽ കാണാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ട്രക്ക് യാത്ര ഉണ്ട്. അതിൽ കൂടുതൽ കാണാൻ പറ്റുന്നതാണ് അവിടെ നിന്നുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴല്ല, നമ്മളവിടെ എത്തി നമ്മൾ എത്ര ഇനി വേറെ മൃഗങ്ങളെ കാണേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്താണ് അവർ പറയുന്നത് ഒരു ട്രക്കിംഗ് ഉണ്ട് രാവിലെ, അതിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാണാൻ പറ്റും എന്ന്. അപ്പോൾ നമ്മൾ വന്ന സമയത്തുള്ള നമ്മളാ ഫസ്റ്റ് ഇമ്പ്രഷൻ അറിയില്ല, അത് ആണിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ചെടികളും അത് അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു യാത്രയാണ്, നല്ലൊരു വൈബ് തന്നെയാണ്. ഇത് പോയവർക്ക് അറിയാം. നമ്മൾ പോകുന്നത് മഴയുള്ള സമയത്താണ്, നല്ല മഴയുള്ള സമയത്ത് നമ്മൾ പോകുന്നത്. അവിടുത്തെ സമയത്ത് ഈ സമയത്ത് ഇപ്പോൾ അവിടെ മഴ കുറവാണ്. ശരിക്കും മഴയുള്ള സമയത്താണ് പോകുന്നത്. അതുമാതിരി വെള്ളച്ചാട്ടങ്ങൾ ചെറിയ നമ്മൾ പോണ സ്ഥലത്തൊക്കെ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടാലൊന്ന് ഇറങ്ങി കുളിക്കാൻ തന്നെ തോന്നും. നിങ്ങൾ കാണില്ലേ, ഈ വെള്ളം നല്ല പ്യൂർ, കാണാൻ നല്ല ഹരമുള്ള ഗ്ലാസ് പോലത്തെ വെള്ളമാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇറങ്ങിയാലോ എന്ന് തോന്നിപ്പോവും. മാത്രമേ അതിന് ഇറങ്ങാൻ പറ്റില്ല. പല സ്ഥലങ്ങളിൽ അപകടങ്ങളുണ്ടാവും, മൃഗങ്ങൾ ഇറങ്ങുന്ന ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ അതിനെക്കൊണ്ട് പോലെ കർശനമായിട്ട് ഇവിടെ ഇറങ്ങണം ഇവിടെ ഇറങ്ങണ്ട എന്നുള്ളത് പറയും. ആ സ്ഥലങ്ങളിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ജീവന് ഭീഷണിയാണ്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങാത്തത്. പിന്നെ അവിടെ കയറുന്ന സമയത്ത് ഒരു പ്രത്യേകം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കരുത്. അപ്പോൾ എന്തെങ്കിലും സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ജീവികൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം സൗണ്ടുകൾ ഉണ്ടാക്കാണ്ട് സൈലൻ്റായിട്ട് തന്നെ പോകണം. അല്ലെങ്കിൽ നമ്മൾ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അവിടെയുള്ള നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന മൃഗങ്ങളെ ചിലപ്പോൾ കാണാൻ പറ്റില്ല. കാരണം ഈ സൗണ്ട് കേട്ടിട്ട് അവർ ഓടി അവിടുന്ന് കാട്ടിലേക്ക് മറിയും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടാവും. ചില വലിയ വലിയ മൃഗങ്ങളാണെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കൊണ്ടാണ് മെയിനായിട്ട് ആനൊക്കെ ഉണ്ടാവുക. ആനൊക്കെ കൂടുതൽ നമ്മൾ പോകുന്ന റോട്ടിൽ തന്നെ ഒരുപാട് ആനപ്പിണ്ടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ കുറച്ച് നമ്മൾ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ആന അതിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എന്നുവെച്ചാൽ ആനപ്പിണ്ടി അതിന് മാത്രം പഴകിയില്ല. നമ്മൾ ഫ്രഷ് ഇതിലൂടെ അപ്പം തന്നെ ഇട്ടുവെച്ച് പോയ മാതിരി ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് തന്നെ ആനകളുണ്ട്. പക്ഷെ നമ്മൾ കാട്ടിലൊക്കെ മറിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ കൂടെ ഒരു കാട്ടുകോഴി പോയി. ഇപ്പോൾ കാട്ടുകോഴി നമ്മൾ നാട്ടിലുള്ള കോഴിയും കാട്ടുകോഴി തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുന്നിൽ കൂടെ പാസ് ചെയ്ത സമയത്ത് നമ്മൾ വീഡിയോ എടുത്ത് നോക്കി. പക്ഷേ അതിൽ കിട്ടിയില്ല, വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ പോയി അങ്ങനെ അവിടെ എത്തി. അവിടെ നമ്മൾ മെയിൻ സ്ഥലത്തെത്തി, നമ്മൾ സ്റ്റേ ചെയ്യേണ്ട സ്ഥലത്തെത്തി. അവിടെ എത്തിയ സമയത്തുള്ള വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലം. ഈ ജീപ്പിലാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുക. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ കുറേ ആളുകളെ ജീപ്പിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാട്ടിനുള്ളിലേക്കൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എത്ര പേരുണ്ട്, എത്ര വയസ്സും കാര്യങ്ങളും സ്ഥലവും എല്ലാം ഫുൾ ഡീറ്റെയിൽസ് പോലെ നമ്മളിന്ന് വാങ്ങി വെക്കും. അതിന് ശേഷം എന്താക്കും, നമ്മൾ കൂടെ 2 ഗാർഡൻസിന് ഒരു സെറ്റാക്കി തരും. അങ്ങനെ ഓരാണ് നമുക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച് ആ സമയത്ത് ഞാൻ ഇറങ്ങിയിട്ട് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. പിന്നെ അങ്ങനെ നമ്മൾ ഏതൊക്കെ സമയത്താണ് നമുക്ക് ഫുഡും കാര്യങ്ങളും വരും. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി മുതലിച്ചിട്ട് പോകുന്ന പേരുള്ള ഫുഡ് ഓലായിരിക്കും തരാം. അതിൽ ഇപ്പോൾ നമ്മൾ 2 ഡേയ്സാണ് ഇതിനുള്ളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് പോണ പിറ്റത്തെ ദിവസം, അപ്പോൾ ഇന്ന് വന്ന് പിറ്റേ ദിവസം 12:30 നമ്മൾ ചെക്കൗട്ട് ചെയ്യേണ്ടി. ആ സമയത്ത് ഉള്ള ഫുഡിന് ഒരു ക്യാഷ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളിന്ന് വാങ്ങിയിട്ടില്ല. അതുവരെയുള്ള ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അടിപൊളി ഫുഡാണ്. നമുക്ക് വേണ്ടിയത് എടുത്ത് തിന്നാം. അവിടെ നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ കിച്ചണിൽ നമുക്ക് വേണ്ടത് എന്താണോ വേണ്ടിയത് തിന്നാം. ഇഷ്ടം പോലെ തിന്നാം. ഒരു ഇതുമില്ല. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളി ഫുഡാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് നമുക്ക് ചാവി എടുത്ത് തന്ന് അങ്ങനെ നമ്മൾ കൂടെ 2 ഗൈഡൻസിനെ പറഞ്ഞയച്ച് അതുപോലെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഓപ്പണാക്കി തന്ന്. ഇത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഡാമിൻ്റെ ബ്രിഡ്ജിൻ്റെ മുകളിലാണ്. ഇതിൻ്റെ താഴത്ത് ഡാമാണ്. അപ്പോൾ അവിടെ അതേമാതിരി ബോട്ട് റൈഡിങ് ഉണ്ട്. അപ്പോൾ അത് അവിടെ റൈഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബോട്ട് റൈഡ് ഉണ്ട് താഴത്ത്. ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടപ്പോൾ നമ്മളവിടുത്തെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഇറങ്ങാനായിട്ടില്ല. നിങ്ങൾ എന്താക്കണോ ഫുഡും കാര്യങ്ങളും കഴിച്ച് റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് ഇറങ്ങിയതിൻ്റെ ശേഷം നമുക്ക് ഇതിൽ പോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഓരോ ബോട്ടിലും ഓരോ ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ നമ്മളിങ്ങനെ അങ്ങനെ ഒന്ന് പോവുക ചെയ്യാം. അടുത്ത സൈഡൊക്കെ ഫുള്ള് കാടാണ്. ഉള്ളിലൊക്കെ പല മൃഗങ്ങളുണ്ടാവും. പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്ന നല്ല ഒരു ഏരിയ ആണ്. ചുറ്റുഭാഗത്ത് കഴിഞ്ഞാൽ മൊട്ട കുന്നുകളൊക്കെ കാണാം. ഒരുപാട് ടൂറിസ്റ്റിൻ്റെ ആളുകൾ വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മൾ പോല് വരുന്നത് ഇത്രക്ക് ആൾക്കാരൊന്നല്ല ഉണ്ടാവുക. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇന്നിപ്പോൾ ആളുകൾ കുറവാണ്.
രണ്ട് മൂന്നാല് ഫാമിലിയെ വന്നിട്ടുള്ളൂ. ചിലരൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് കാര്യങ്ങൾ അന്ന് തന്നെ എല്ലാ ട്രക്കിങ് പരിപാടികളൊക്കെ കഴിച്ച് അന്ന് തന്നെ പോവാണ്. അപ്പോൾ 2 days അവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകൾ നല്ല കുറഞ്ഞ ആൾക്കാരുള്ളൂ. അതിലൊന്ന് നമ്മളാണ്. ബാക്കിയുള്ള ആളുകളുണ്ട്, കുറവാണെന്നാണ് ഒരു പറഞ്ഞിട്ടുള്ള വിവരം. അങ്ങനെ നമ്മൾ എന്താക്കി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് മുകളിലേക്ക് കയറി. മുകളിലേക്ക് കയറി റൂം നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ 12 ആളുകളുള്ളതുകൊണ്ട് ഒരു റൂമിൽ 6-7 ആൾക്കാർ പോവുള്ളൂ. ബാക്കിയുള്ള ആൾക്ക് അപ്പുറത്തെ റൂമിലേക്ക് പോയി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങനെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ചുറ്റും നോക്കുകയാണ്, എന്തെങ്കിലും മൃഗങ്ങൾ മരത്തുമ്പോഴത്തെ കാണാനുണ്ടോ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ചുറ്റും നോക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഒന്നിനെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. നമ്മളെ കൂടെയുള്ള ഗൈഡാണ് വീഡിയോയിൽ കണ്ടത്. ഇപ്പോൾ നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റം കാര്യങ്ങളൊക്കെ ആണ്. നമ്മൾ നല്ല കമ്പനിയാണ്, എല്ലാം നല്ല പറഞ്ഞു തരും. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി റൂമിലൊക്കെ പോയി ഫ്രഷായി എല്ലാ പരിപാടിയും കഴിച്ച് നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ ബോട്ട് റൈഡിങ്ങിന് വേണ്ടി ഇറങ്ങുകയാണ്. അവിടെയൊക്കെ നല്ല ചെടികളൊക്കെ നല്ല പ്രത്യേക ഭംഗിയിൽ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ കാണാൻ ഭയങ്കര ഹരമാണ്. അത് കുറച്ച് ഇരിക്കാനൊക്കെ തോന്നും. പക്ഷേ ഇപ്പോൾ നമ്മളെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങുകയാണ്. ഒരു പെട്ടെന്ന് തന്നെ കയറാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ മുങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് തന്നിട്ടുണ്ട്. അങ്ങ് വീഡിയോയിൽ കാണില്ലേ, അത് ഇട്ടിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത്. ഒരു സേഫ്റ്റി ബാഗ് പോലെ തരും, ഇട്ടിട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഡാമിൻ്റെ അടിഭാഗമാണ് ആ കാണുന്നത്. ഇപ്പോൾ വെള്ളം കുറവാണ്. പൊതുവെ മഴയുള്ള സമയത്ത് തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. വെള്ളം അങ്ങനെയില്ല. ഹലോ ഗൈസ്, നമുക്ക് കയറാനുള്ള ബോട്ടാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന രീതിയിൽ നമ്മൾ ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മൂപ്പരും നമ്മളെ കൂടുതൽ ഗൈഡും ചിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ ചിരിച്ച് നല്ല ആസ്വദിച്ചും കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പോൾ ടീമായിട്ട് 2 ബോട്ടിലായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിങ്ങനെ ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മൂപ്പരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് മൂപ്പരെ കുറച്ച് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂപ്പര് ഇപ്പം തൊയ്യൽ തന്നെ നമുക്കൊന്നും അങ്ങനെ കഴിയില്ല. 2 സൈഡൊക്കെ ഇതൊക്കെ രണ്ടെണ്ണത്തിനിടയിൽ അടുക്കി നമ്മൾ ബാക്കെല്ലാം ആള് എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഏജ് കിട്ട ചമ്മി നമ്മളെല്ലാവരും ആളെ കളിയാക്കാണ്. അങ്ങനെ എന്തൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അവിടെ ഒരു മാനിന്റെ അസ്ഥി എടുക്കുന്നുണ്ട്. ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ കാണിക്കാൻ പറ്റിയിട്ടില്ല, കാരണം ആ സമയത്ത് നമ്മളെ മൈൻഡിലേക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. അങ്ങനെ അതിനെ തിന്നിട്ടിട്ടേ ഇതിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഞാൻ കാണിച്ചു തന്നു. ഇപ്പൊ ആ ഒരു പോത്തിനെ കാണുള്ളൂ, കാട്ടുപോത്തിനൊന്നുമില്ല. കാട്ടുപോത്തിനെ
മൂപ്പർക്ക് എന്താ പറ്റി? അത് മൂപ്പര് ഇത് കളിക്കാൻ ബാഡ്മിന്റൺ കളിക്കാൻ അമ്മമാര് കളി മൂപ്പര് കളിക്കാൻ. പെണ്ണുങ്ങളൊക്കെ എന്താണെന്നറിയോ, മൂപ്പരെ കാണുമ്പോൾ ചൂടാവും. കാരണം മൂപ്പർക്ക് തിരിയാൻ കഴിയും. മൂപ്പർക്ക് ഇങ്ങനെയല്ലോ. അപ്പൊ വേറെ എന്തായിരിക്കും തെറ്റിദ്ധരിച്ചിട്ട്. ആരും ചേത്ത ഓളില്ലാത്ത ഏത് ഓള് അത് അങ്ങോട്ട് പോകുമ്പോ ഉണ്ടാവും. അവിടെ എത്തിയില്ല. അവിടെ എത്തുമ്പോ അറിയാവോ ഓളുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിയുടെ സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട്. സിംഹവാലക്കുരങ്ങുണ്ടോ? നമ്മൾ മുപ്പത് ചോദിക്കുന്നുണ്ട് നമുക്ക് നല്ല ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഏരിയ ഇവിടെയാണ്. വെച്ചാൽ ഈ വെള്ളത്തിലേക്ക് ഒന്ന് കുളിക്കാനുള്ളൊരു ഒരുപാട് ഉണ്ട്. അതൊക്കെയാണല്ലോ ഒരു ഹരം എന്ന് പറയുന്നത്. നല്ലൊരു കുളിക്കുന്ന സ്ഥലമുണ്ട്. കുളിക്കാനൊക്കെ പറയുന്നുണ്ട്. ആ ഭാഗത്തൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല ഷാന്റെ സൗണ്ട് അവിടുന്ന് കേട്ടിട്ടല്ലോ ഒക്കെ പോയിന്. ഇവിടെ നിൽക്കൂല. മലമൊയ്ക്ക് വരാൻ പറ്റും. നമ്മള് കണ്ടില്ലല്ലോ. ആ കണ്ട എവിടെ നമ്മള് മറ്റേ അമ്മനിയല്ലല്ലോ. നമ്മളെ മറ്റേ കാറില് സൈക്കിള് അതിന് വേഴാമ്പലിന് കണ്ടില്ലല്ലോ. ഒന്ന് ചാടിക്കാലോ. ആ കാട്ടുപോത്തി പുറത്തേക്ക് വന്നൂടെ ഒന്ന് കാണാൻ. കാണികൾ വന്നിട്ട് ആനക്ക് ഇന്ന സ്ഥലത്തൊന്നും ഇല്ല. റബീന്റെ അടുത്തേക്ക് വരൂ. തൽക്കാലം നമ്മള് ഫറാനിലല്ലോ വെക്കി ആനനെ കാണായിട്ട്. വെള്ളത്തിലൂടെ യാത്ര അത് വേറൊരു വൈബ് തന്നെയാണ്. ഞാൻ പറയാൻ വിചാരിച്ചു ഇതേപോലത്തെ ഒന്ന് വേറെ കാണുമ്പോ തന്നെ പോകണം. പോയിട്ടറിയാം നല്ലൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക എന്നുള്ളത്. ഒരു ഹൈറാക്കി പോവാണ്. നമ്മളെ നാട്ടില് മോളെ ഇരിക്കുന്നു. മോളോട് കുത്തി വിടലാണ്. ഏതാ എടാ കാട്ടുപോയി പരിപാടിയാ. മൈ ജൂനിയർ അത് നേരത്തെ ഒന്ന് നിങ്ങളെ വണ്ടിന്റെ മുമ്പ് ചടിഞ്ഞല്ലോ. വരുന്ന ലോക്ക് എന്തിനാ ഇങ്ങനെ ക്യാമറ ഓടിച്ചാൽ ക്യാമറ പിടിച്ചിട്ട് ഇവിടെ കടുവൊക്കെ ഉണ്ടോ? കടുവ ഉണ്ടാവും. അതെല്ലാം ഇന്നലെ കൊണ്ടുവന്നിട്ട് പത്രത്തിൽ കണ്ടില്ലേ? അതിനൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. അവിടെ നമ്മള് പോയില്ല. വെള്ളച്ചാട്ടോ അവിടെ നമ്മള് കൂടി പാസ്സാക്കിട്ട് ഇറങ്ങൂലേ? ഡേഞ്ചർ അല്ലേ അപ്പൊ? നമ്മളൊക്കെ പോയിട്ട് ഇട്ടാ പോരെ. അവിടെ ഉണ്ടല്ലേ ഒരു വെള്ളച്ചാട്ടം. അവിടെയൊക്കെയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഭംഗിയുള്ള ഇടയ്ക്ക് മൂപ്പര് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കുരങ്ങനതാണ് കാണിച്ചത്. നമ്മളെ നോക്കി പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ ബാക്കിലൊക്കെ നോക്കി ആ വെള്ളച്ചാട്ടം അവിടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു നല്ലൊരു പാസ്സാക്കിയതിന് ശേഷം നമ്മൾ തിരിച്ചു വരാനാണ്. അപ്പോൾ ആ ഒരു എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ടോ വീഡിയോയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ കുറച്ച് സമയത്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തും. നമ്മളാണ് ഫസ്റ്റ് എത്തുന്നത്. നമ്മുടെ ബോട്ടിൽ നമ്മുടെ ബാക്കിൽ മറ്റോലുണ്ട്. അവർ വന്നുകൊണ്ട് ഒരു ലോങ്ങിലാണ്. അവരിങ്ങനെ റൗണ്ട് അടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ കുറേ ടൈം എടുക്കും. നമ്മൾ നേരെ നമ്മളെ വീട്ടിൽ നിന്ന് നേരെ
ആ ഭാഗത്തൊക്കെ പിടിച്ച് ഇവിടെ ഇറങ്ങല്ലേ നമുക്ക് അവിടെ എത്താനായി. ഇറങ്ങാൻ പോവാ. നമ്മൾ കുളിക്കാനുള്ള എല്ലാ മുണ്ടും അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഷോർട്സും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ ഓല് ഇവിടെ എത്തിയില്ല, നമ്മളെല്ലാം ഫാസ്റ്റ് അല്ലേ സെറ്റാക്കിയിട്ടാണ് വന്നത്. കറല്ലേ വീഡിയോ എടുക്കോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇറങ്ങി നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്ത് അപ്പോൾ നമ്മുടെ ബാക്കിലുള്ള ടീം അത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണ് ഫസ്റ്റ് എത്തിയിട്ടുള്ളത്. നമ്മളവിടെ എത്തി നമ്മളങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ തലക്കൽ കാണുന്ന വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. തലക്കെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഒരു കുളി പാസ്സായിട്ടുള്ള കിടക്കുകയാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാട്ടോ. ആരാ ചാടി ആദ്യം? ഇവിടെ നിങ്ങൾ വലി ഇവിടെ നിങ്ങൾ ഒഴിഞ്ഞു പോ. കാട്ടിൻ്റെ നല്ല ഉള്ളിലേക്കാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് ഇങ്ങനെ ഫുള്ള് സെർച്ച് ചെയ്യാണ് കാട്ടിലൊക്കെ. കൊലങ്ങളില്ലാണ്ട് വേറെ ഒന്നും കാണാൻ പറ്റില്ല. വീഡിയോ എടുക്കണ്ടാ വീടാണ് എടുത്ത് നിൽക്കുന്നത്. അതാ അതാണ് നമ്മളെ കുളി പാസ്സാക്കാനുള്ള സ്ഥലം. എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൈമല്ല ജാക്കറ്റൊക്കെ അയച്ചു വെക്കുകയാണ്. വെള്ളം നല്ല തെളിച്ചുള്ള വെള്ളം കേട്ടോ. കണ്ടാൽ ഇറങ്ങിപ്പോവും. പാസ് ചെയ്യല്ലേ ഏകദേശം ഒരു മുടിക്കെട്ടലുണ്ട് അവിടെ. മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ മഴ പെയ്താൽ ഒന്നുപാടിയും കളറായി. നമ്മൾ അവിടുന്ന് കുളിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ജാക്കറ്റ് ഇട്ടിട്ട് തിരിച്ച് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ കുളിക്കുന്ന ഭാഗമൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അടിപൊളിയായി സംഭവം. തിരിച്ച് നമ്മൾ പോവാണ്. കയറി അങ്ങനെ തിരിച്ച് വന്ന പ്ലേസിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. പോകുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, പല തമാശകൾ പറയുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല ഫാസ്റ്റായിട്ട് മൂപ്പര് തൊയ്ക്കുന്നത്. അങ്ങനെ മൂപ്പരോട് നമ്മൾ പറഞ്ഞ് നമുക്കൊക്കെ തൊയ്ക്കണോ എന്ന് ആഗ്രഹമുണ്ട്, തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. മൂപ്പര് തരുന്നുണ്ട്. നമ്മൾ ഓരോരുത്തർ മാറി അത് തൊയ്ഞ്ഞ് എന്നിട്ടാണ് അവിടെ എത്തുന്നത്. കാണിച്ചെന്ന് ഇങ്ങനെയാണ് തൊയ്യേണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ മാറി തൊയ്ഞ്ഞ് നമ്മളിങ്ങനെ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മളെ വന്ന പ്ലേസിൽ ബാക്ക് പോയി. കാട്ടാന നാട്ടാന ഏതാ പറയാൻ ഇല്ലടാ നമ്മള് മുങ്ങൂല. നമ്മടുത്ത് മറ്റേ സാധനം ഉണ്ട്, നീന്തി പോരാ. ഇതില് മുതലൊന്നും ഇല്ലല്ലോ. എന്നെക്കൊണ്ട് വീണാലും പ്രശ്നമില്ല. ചെറിയ ചെറിയ പാമ്പുകള് ഒറ്റക്കൊത്തിന് മരിക്കാൻ പാമ്പുകള്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാക്കിൽ മറ്റു ടീം ഇറങ്ങിയിട്ടുള്ളൂ. കൂടുതൽ ഗൈഡ് ഒന്നും പറയില്ല, സൂപ്പറാണ്. എല്ലാ കാര്യങ്ങളും നല്ലോണം പറഞ്ഞു. കൂടെ തമാശ പറയും. എന്താ പറയാ, നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ തന്നെ
സുരാജ് പറഞ്ഞ മാതിരി വേറെ ഏതൊക്കെ ദ്വീപ് പോയി കയറിയായിരുന്നു. ഞാൻ ഇവിടുന്ന് നീന്തിട്ട് വേറെ നമ്മൾ ദ്വീപ് പോയി കയറി. അവിടെ ഇറങ്ങുന്ന ഇറങ്ങാൻ നേരത്തിൽ വേറൊരു ഫാമിലീസും വന്നിരുന്നിട്ട് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 2 ലേഡിയും മോളും എൻ്റെ ഫാമിലി അവിടെ വന്നിട്ടുണ്ട്. അവരുടെ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഓലുണ്ടായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയതാണ്. അല്ല ഇനിയിപ്പോ നാളെ പോയതില്ലേ അവിടുന്ന് രാവിലെ നമ്മളെ പോലീസിൽ കേസ് എടുത്തുകൊണ്ട് 6 മണി ഇവിടെ തന്നെ അല്ല ഗൈസ് നിങ്ങൾ കാണുന്നത് റബീനാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളെ സ്ഥലത്തെത്തി. അങ്ങനെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി സമയമാണ്. ഫുള്ള് സൈലൻ്റാണ്. ഒരു സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ. വൈകുന്നേരം വന്ന സമയത്ത് ഫുള്ള് കിളിയുടെ സൗണ്ടും അതും ഇതൊക്കെയാണ്. ഇപ്പോൾ